വെൽക്കം ടു റിതം ഓഫ് ലേണിംഗ്. എല്ലാവർക്കും ടീച്ചറുടെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ. ഇനി PSC പഠനം ഞാൻ നിർത്താൻ പോവാണ്. കാരണം എന്തുകൊണ്ടാണെങ്കിൽ പ്രിലിംസ് എഴുതി അതിൽ വലിയ മാർക്കൊന്നും എനിക്ക് കിട്ടിയില്ല. എൻ്റെ കൂടെ പഠിച്ചവരൊക്കെ തന്നെ നല്ല മാർക്ക് നേടിയിട്ടുള്ളവരാണ്. ഞാൻ മാത്രം ഇന്ന് ഇതുപോലെയാണ്. ഇങ്ങനെ ഒരു പ്രാവശ്യമെങ്കിലും നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? അങ്ങനെ ചിന്തിച്ചിട്ടുള്ള കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ളതാണ് ഈ വീഡിയോ. ഇതൊന്ന് നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ കണ്ടു നോക്കൂ. നിങ്ങളുടെ ജീവിതം തന്നെ മാറി മറിയണത് ടീച്ചർ കാണിച്ചു തരാം. മക്കളെ, നിങ്ങളൊരു കഥ കേട്ടിട്ടുണ്ടോ? അതായത് ഒരു ഖനിയില് ജോലി ചെയ്യുന്ന ആളാണ്. അയാൾ എന്തിനു വേണ്ടിയിട്ടാ ജോലി ചെയ്യണേ? വജ്രം അല്ലെ? വജ്രം കുഴിച്ചെടുക്കാൻ വേണ്ടിയിട്ടാ. അങ്ങേര് വജ്രം തപ്പി മാസങ്ങളോളം കുഴിച്ചു 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 കുഴിച്ച് കുറെ കുഴിച്ചു. കുറെ നാള് കണ്ടിട്ടും യാതൊരുവിധ ഫലവും കിട്ടിയില്ല. അങ്ങേർക്കും എടുത്തു. അങ്ങേര് എന്ത് ചെയ്തു? അങ്ങേരുടെ പണിയായുധങ്ങളൊക്കെ താഴെയിട്ട് തിരിച്ചു നടന്നു. എന്നാ സത്യം എന്താണെന്നറിയോ നിങ്ങൾക്ക്? അയാൾ കുഴിച്ചതിന്റെ ഒരടിയും കൂടി കുഴിച്ചു കഴിഞ്ഞു വെച്ചാ അയാളുടെ മുന്നിൽ വലിയൊരു വജ്രശേഖരം തന്നെ ഉണ്ടായിരുന്നു. മനസ്സിലാവുണ്ടോ? PSC പഠിക്കുമ്പോഴും ഇത് തന്നെയാ സംഭവിക്കണം. അതായത് നമുക്ക് കുറെ പരീക്ഷകളൊക്കെ എഴുതും. ആദ്യം കുറെ മടുപ്പും വിഷമവും നിരാശയും അങ്ങനെയൊക്കെ തോന്നും. ഇനി മുന്നോട്ട് പോകാൻ വയ്യ എന്ന് തന്നെ തോന്നും. അങ്ങനെ മുന്നോട്ട് പോകാൻ പറ്റില്ല എന്ന് നമ്മുടെ മനസ്സ് എപ്പോ പറയുന്നുവോ, നിങ്ങൾ മനസ്സിലാക്കുക, നിങ്ങൾ ലക്ഷ്യത്തിന്റെ ഏറ്റവും അടുത്ത് എത്തിക്കഴിഞ്ഞു എന്ന്. ക്ലിയർ ആയോ? അതായത് പഠിക്കണ സമയത്ത് എന്താ കൃത്യമായിട്ടുള്ള റിസൾട്ട് എന്താ ആ സമയത്ത് അങ്ങോട്ട് കൃത്യമായിട്ടുള്ള റിസൾട്ട് കാണില്ല. പിന്നെന്താ, വേറൊരു കാര്യം കൂടി ഉണ്ട്. വീട്ടിലുള്ളവര് നാട്ടുകാർ മുഴുവൻ സ്ഥിരമായിട്ട് ചോദിച്ചുകൊണ്ടിരിക്കുക, കുറെ നാളായാലും പഠിച്ചിട്ട് ഇതൊരു ജോലിയൊന്നും കിട്ടിയില്ലേ? അല്ലേ? ഇത് നമ്മൾ അലമാരിലെടുത്ത് വെച്ചിരുന്ന സാധനമല്ല പെട്ടെന്ന് അങ്ങോട്ട് കിട്ടാൻ. ഇതിങ്ങനെ സ്ഥിരമായിട്ട് കേൾക്കുമ്പോൾ ആരാണെങ്കിലും ചെറുതായിട്ട് വിഷമം കാര്യങ്ങളൊക്കെ ഉണ്ടാവും. ഇത്ര കാലായില്ലേ, ഇനിയും ജോലിയൊന്നും ആയില്ലേ അല്ലേ എന്ന് ബസ് സ്റ്റോപ്പിൽ നിൽക്കണവരും ചോദിക്കും. ഇതൊക്കെ കേൾക്കുമ്പോൾ സങ്കടം വരിക എന്നുള്ളത് സ്വാഭാവികമായിട്ടുള്ള കാര്യമാണ്. മനുഷ്യന്മാരായിട്ടുണ്ടെങ്കിൽ സങ്കടവും വിഷമവും ദേഷ്യവും ഒക്കെ വരുന്നതാണ്. പക്ഷെ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കണം. ഇപ്പൊ എക്സാമ്പിൾ ടീച്ചർ പറയും, ഒരു മുള നട്ടാൽ ആ മുള ആദ്യത്തെ 4 വർഷം വരെ പുറത്തേക്ക് ഒന്നും വളരില്ല എന്നാ പറയണത്. എന്നാൽ 5-ാമത്തെ വർഷമാകുമ്പോ വെറും 6 ആഴ്ച കൊണ്ട് അത് 90 അടി ഉയരത്തിലേക്ക് വളരും ഇത്ര. അപ്പൊ എന്താ, ആ 4 വർഷം കൊണ്ട് എന്താ ചെയ്തേ? ആ മുള മണ്ണിനടിയിൽ അതിന്റെ വേര് ഉറപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള പരിശ്രമങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു. അപ്പൊ അതുപോലെ തന്നെയാണ് നിങ്ങൾ ഇപ്പൊ അനുഭവിക്കുന്ന ഓരോ ബുദ്ധിമുട്ടുകളും നിരാശയും ഒക്കെ തന്നെ നിങ്ങളുടെ ജോലിക്കുള്ള വേരുകളാണ് എന്ന് മനസ്സിലാക്കുക. ഇനി വരുന്ന പരീക്ഷകളില് ആ വേരുകളാണ് നിങ്ങളെ പിടിച്ച് വീഴാതെ പിടിച്ചു നിർത്താൻ പോണേന്നും നിങ്ങള് മനസ്സിലാക്കുക. നിങ്ങൾ ഒരു കാര്യം കൂടി അറിയേണ്ടത്, വിജയിച്ചവരും തോറ്റവരും തമ്മില് വലിയ വ്യത്യാസമൊന്നുമില്ല. മെയിൻ ആയിട്ടുള്ള വ്യത്യാസം എന്താണെന്നറിയാമോ? അതായത് വിജയിച്ചവരും മനുഷ്യരാ, ഈ തോറ്റവരും മനുഷ്യരാ. പക്ഷേ വിജയിച്ചവർക്കും മടുത്തിട്ടുണ്ട് അല്ലെ? അവർക്കും മാർക്ക് കുറഞ്ഞിട്ടുണ്ട്. അവരും കുറെ പ്രാവശ്യം തോറ്റു പോയിട്ടുണ്ട്. പക്ഷേ അവർ ചെയ്ത ഒരേ ഒരു കാര്യം നമ്മളിൽ നിന്ന് വ്യത്യസ്തമായിട്ട് എന്താണ്? തോറ്റു പോകും എന്ന് തോന്നിയ ആ നിമിഷത്തിലും, അല്ലെങ്കിൽ കുറെ പ്രാവശ്യം തോറ്റ നിമിഷത്തിലും അവര് പിന്നെയും എന്താണ്, ജയിക്കാനുള്ള പരിശ്രമം നടത്തി എന്നുള്ളതാണ്. മനസ്സിലാവുണ്ടോ? ആ ഒരു ഒറ്റ വിശ്വാസമാണ്, അല്ലെങ്കിൽ നമ്മളിൽ നിന്നുള്ള വ്യത്യാസമാണ് അവരെ റാങ്ക് ലിസ്റ്റിൽ എത്തിച്ചതും ജോലിയിൽ എത്തിച്ചതും എന്ന് നിങ്ങൾ മനസ്സിലാക്കുക. നാളെ നമ്മുടെ ഓരോരുത്തരുടെ കയ്യിലും പോസ്റ്റ്മാൻ അപ്പോയിന്റ്മെന്റ് ലെറ്റർ കൊണ്ടുവരുന്നത് നിങ്ങൾ സ്വപ്നം കാണുക. അങ്ങനെയുള്ള ഒരു ദിവസം നമുക്ക് ഉണ്ട് മക്കളെ. നിങ്ങള് അപ്പോ ആ അപ്പോയിന്റ്മെന്റ് ലെറ്റർ കിട്ടുമ്പോ ഒന്ന് പുറകോട്ട് തിരിഞ്ഞു നോക്കുമ്പോ അപ്പോ നമ്മൾ ഇന്ന് സഹിക്കുന്ന കഷ്ടപ്പാടുകൾക്കും നിരാശകൾക്കും ഒക്കെ വലിയൊരു അർത്ഥം ഉണ്ടായി എന്ന് മനസ്സിലാവില്ലേ? അതുകൊണ്ട് ഒരിക്കലും നിങ്ങൾ എന്ത് ചെയ്യരുത്? പുസ്തകം അടച്ചു വെക്കാണ്ടിരിക്കുക. ഒരു പരീക്ഷ കൂടി നിങ്ങൾ നല്ല ആത്മാർത്ഥതയോടുകൂടി, അല്ലെങ്കിൽ നിങ്ങളുടെ നെഗറ്റീവ്സും കാര്യങ്ങളൊക്കെ കണ്ടുപിടിച്ച്, ടീച്ചർ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നത് ഇങ്ങനെയാ കണ്ടുപിടിക്കുക, അതിനെ ഓവർകം ചെയ്യാൻ എന്തൊക്കെയാ കാര്യങ്ങളെന്ന്, അതൊക്കെ കണ്ടുപിടിച്ച് ഒരു ശ്രമം കൂടി നിങ്ങൾ പൂർണ്ണ മനസ്സോടുകൂടി ഭഗവാനെ മനസ്സിൽ ധ്യാനിച്ച് നിങ്ങൾ പഠിക്കുക.
തീർച്ചയായിട്ടും വിജയം നിങ്ങളുടെ കൂടെ തന്നെ ഉണ്ടാവും. മനസ്സിലാവുണ്ടോ? ഇത്രേ ടീച്ചർക്ക് പറയാനുള്ളൂ. കണ്ട എല്ലാവരും തീർച്ചയായിട്ടും കണ്ട കുട്ടികളായാലും ഇത് കാണാത്ത കുട്ടികളായാലും എല്ലാവർക്കും നിങ്ങൾക്ക് ടീച്ചർ വിജയം ഒന്നുകൂടെ ആശംസിക്കുന്നു. നിങ്ങൾ എല്ലാവരും ഭാവിയിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന ജോലിക്കാരാവട്ടെ എന്ന് ടീച്ചർ ആശംസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. ടീച്ചറുടെ എല്ലാ മക്കൾക്കും ഒന്നുകൂടി ടീച്ചർ എന്ത് തരാണ്? ഓണാശംസകൾ പറയാണ് കേട്ടോ. എല്ലാവർക്കും ടീച്ചറുടെ ഓണാശംസകൾ. അപ്പൊ ഓണൊക്കെ നന്നായിട്ട് ആഘോഷിക്കുക, അതുപോലെ തന്നെ പഠിക്കുകയും കൂടെ ചെയ്യുക. ഓരോ ദിവസവും ടീച്ചർ കഴിഞ്ഞ ദിവസം പറഞ്ഞിട്ടുണ്ടായിരുന്നു, എന്ത് വിശേഷം ആയിക്കോട്ടെ എന്തായിക്കോട്ടെ കുറച്ച് സമയമെങ്കിലും നമ്മൾ എന്തിനു വേണ്ടി ശ്രമിക്കണം? പഠിക്കാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കണം കേട്ടോ മക്കളെ. അത് ഭാവിയിൽ നിങ്ങൾക്ക് ഗുണേ ചെയ്യുള്ളൂ, ഒരിക്കലും ദോഷം ചെയ്യില്ല. ഇത്രയേ ഉള്ളൂ. എല്ലാവർക്കും ഒന്നും കൂടി ടീച്ചറുടെ ഓണാശംസകൾ കേട്ടോ.